ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നും നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 196 പോയിൻറ്റ്സ് ഉയർന്ന് 23,777 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 450 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 55,326 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 1,115 പോയിൻറ്റ്സ് ഉയർന്ന് 56,289 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 266 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 16,179 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 18.72 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 633 പോയിൻറ്റ്സ് ഉയർന്ന് 76,704 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DI ഇന്ന് 3,253 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIയുടെ ഭാഗത്തു നിന്ന് ഇന്ന് നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. 2,714 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FI. താരതമ്യേന FIയുടെ സെല്ലിംഗ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിഫ്റ്റി മീഡിയ എബോ 3% റാലി നടത്തി. നല്ലൊരു റാലിയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നോക്കിയാൽ നിഫ്റ്റി IT, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് അബൌട്ട് 2% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ എന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,598 481 പോയിൻറ്റ്സിന് ഉയർച്ചയുണ്ടായി. നിഫ്റ്റി എനർജി 161 പോയിൻറ്റ്സ് ഉയർന്ന് 36,141 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,927 ക്ലോസ് ചെയ്തപ്പോൾ 202 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി FMCG 25 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 48,079 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 29 പോയിൻറ്റ്സ് ഉയർന്ന് 14,469 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 8,966 ക്ലോസ് ചെയ്തപ്പോൾ 102 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി IT 798 പോയിൻറ്റ്സ് ഉയർന്ന് 29,559 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1351 ക്ലോസ് ചെയ്തപ്പോൾ 43 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മെറ്റൽ 11 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 11,625 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് നിന്ന് 11,196 ക്ലോസ് ചെയ്തപ്പോൾ 69 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫാർമ 22,632 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 35 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 65 പോയിൻറ്റ്സ് ഉയർന്ന് 8,661 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 19 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 730 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,408 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,581 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 23,777 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 626 പോയിൻറ്റിൻ്റെ ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. 2.71% റാലിയാണ് ടോട്ടൽ ഈ ആഴ്ച നടത്തിയത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,777 നിൽക്കുമ്പോൾ 9% ലോസാണ് ജാനുവരി മുതൽ ഇന്ന് 18 മാർച്ച് വരെ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2025 മാർച്ച് 31 23,519 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,777 നിൽക്കുമ്പോൾ 1.10% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,391 കമ്പനി ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 582 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ജിയോ ഫിനാൻസ് 4.46% റാലി നടത്തി. ഇറ്റേണൽ 3.37% റാലി നടത്തി. ടെക് മഹീന്ദ്ര 3.23%, ഇൻഫോസിസ് 2.77%, M&M 2.74%, SCL Tech 2.73%, Adani Ports 2.67%, TCS 2.05%, Axis Bank 2.04% and L&T 1.84% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കോൾ ഇന്ത്യ 1.53% ഫോളോ കണ്ടു. NTPC 1.27% ഫോളോ നടത്തി. HUL 1.06%, സിപ്ല 1.05%, Sun Pharma 0.90%, Apollo Hospital 0.39%, Hindalco 0.38%, HDFC Bank 0.27%, Tata Consumer 0.27% and ITC 0.26% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയർ സെല്ലർ റെക്കമെൻഡേഷനില്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.